ഡോക്ടർ പി ജെ വിൻസെന്റ്, എത്രത്തോളം അനിവാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ തന്നെ അല്ലെങ്കിൽ ശശി തരൂരിനെ തന്നെ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്? ഇപ്പോൾ കോൺഗ്രസ് അങ്ങനെ ഒരു താല്പര്യത്തിന്റെ പേരിൽ അത് ചെയ്യുന്നില്ല എങ്കിൽ ഏറ്റവും മികച്ച സംഘത്തെ അയക്കുക എന്നത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള തീരുമാനമാണ് എങ്കിൽ ഞാൻ എന്ന് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിനൊക്കെ ഇതിലൊന്നും രാഷ്ട്രീയമായ ചായ്വുകളില്ല എന്ന് വിചാരിക്കാൻ തക്ക നിഷ്കളങ്കരായി നമുക്ക് തുടരാൻ കഴിയില്ലല്ലോ. അപ്പോൾ രാഷ്ട്രീയം തന്നെയാണ് അപ്പുറത്തും ഇപ്പുറത്തും നടക്കുന്നത് എന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ അല്ല എങ്കിൽ തരൂരിനെ വേണം എന്ന് കേന്ദ്ര സർക്കാർ നിലപാടെടുത്താൽ അതിൽ തെറ്റുണ്ട് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? വളരെ പ്രശ്നഭരിതമായ ഒരു മേഖലയാണ് ഇത്. ഇപ്പം ജയ്ക്ക് പറഞ്ഞ കാര്യം വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. രാഷ്ട്രീയത്തോടൊപ്പം രാജ്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് വളരെ നല്ല ഒരു പ്രയോഗമായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. നമ്മളുടെ രാഷ്ട്രീയ നിലപാടുകൾ ശക്തമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ യുദ്ധത്തിന്റെ കാലത്തും സമാധാനത്തിന്റെ കാലത്തും രാഷ്ട്രത്തിനൊപ്പം നിൽക്കുക എന്നത് ശരിയും ശാസ്ത്രീയവുമായ തത്വാധിഷ്ഠിതമായ നിലപാടാണ്. ഇന്നത്തെ സാഹചര്യത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങളോട് ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കേണ്ടി വരുന്നത്? കാരണം ഇന്ത്യയുടെ പരമ്പരാഗതമായ നിലപാടിൽ നിന്ന് ഒരു വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു. അത് സ്റ്റേറ്റ് പോളിസിയിൽ മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നതാണ് പ്രധാനം. ആ സ്റ്റേറ്റ് പോളിസിയിൽ ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ അത് ലോകരാഷ്ട്രങ്ങളോട് വിശദീകരിക്കണം. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാരോടും അത് വിശദീകരിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളോടും അത് വിശദീകരിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പാർലമെന്റ് രൂപപ്പെട്ടു വരുന്നത് തന്നെ രാഷ്ട്രീയ പാർട്ടികളിലൂടെയാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പ്രാധാന്യമുള്ളത് കൊണ്ട് ഇന്ത്യക്കാരോട് സംസാരിക്കുന്നു എന്നതിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളോട് സംസാരിക്കുന്നു എന്ന് കൂടി അർത്ഥമുണ്ട്. അപ്പൊ അതുകൂടെ പരിഗണിച്ചുകൊണ്ട് വേണം ഗവൺമെന്റ് ഇത് സംബന്ധിച്ച നിലപാടുകളിലേക്ക് പോകാൻ. ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പോളിസിയിൽ വന്ന മാറ്റം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. അതിൽ ഒന്നാമത്തത് ഭീകരതയുടെ വേരറുക്കുന്ന വിധം, ഭീകരതയുടെ പ്രഭവ കേന്ദ്രം എവിടെയാണോ അവിടെ ഞങ്ങൾ ആക്രമിക്കും എന്നുള്ളത്. രണ്ടാമത്, ആണവായുധം കാണിച്ച് ഭീഷണിപ്പെടുത്താൻ സാധിക്കില്ല. ഒരു ആണവ രാജ്യം എന്ന നിലയിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ ഒരു സമാധാനം വേണം എന്ന് ലോകരാഷ്ട്രങ്ങൾ ആര് ആവശ്യപ്പെട്ടാലും ഇന്ത്യയിലേക്ക് നിരന്തരമായി ഭീകരവാദികളെ കയറ്റി അയക്കുന്ന സന്ദർഭത്തിൽ അത് പരിഗണിക്കാതെ ഞങ്ങൾ ആക്രമണം നടത്തും. അത് യഥാർത്ഥത്തിൽ ലോകരാജ്യങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അക്രമം നടത്തുന്ന ഭീകരരും അതിന്റെ പിന്നിലുള്ള ഭീകര സംഘടനകളും മാത്രമല്ല അവരെ പാലൂട്ടി വളർത്തുന്ന ഗവൺമെന്റുകളെയും രാഷ്ട്രത്തെയും ഞങ്ങൾ ലക്ഷ്യം വെക്കും എന്നുള്ളതാണ്. ഇത് മൂന്നും ഇന്ത്യയുടെ പരമ്പരാഗതമായ നയത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റമാണ്. ഈ മാറ്റം യഥാർത്ഥത്തിൽ വിശദീകരിക്കേണ്ടതുണ്ട്. അത് ലോകത്തോടും വിശദീകരിക്കേണ്ടി വരും, ഇന്ത്യക്കാരോടും വിശദീകരിക്കേണ്ടി വരും. ഇതിലെ രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് ആണവായുധത്തിന്റെ വിഷയമാണ്. ഈ മേഖല, നമ്മൾ താമസിക്കുന്ന ഈ മേഖല 4 ആണവ ശക്തികളുടെ ഒരു കേന്ദ്രമാണ്. അവിടെ ലോകത്തിൽ ഏറ്റവും അധികം ആണവായുധങ്ങളുള്ള രണ്ടാമത്തെ രാജ്യമായ റഷ്യ, ചൈന, ഇന്ത്യ, അതുപോലെ പാകിസ്ഥാൻ. ഈ 4 രാജ്യങ്ങളും ആണവരാജ്യമാണ്. അസാമാന്യമായ സൈനിക ശേഷിയുള്ള രാജ്യങ്ങളാണ് ഇവയെല്ലാം. അപ്പോൾ ഈ മേഖലയിൽ ഉണ്ടാകുന്ന ചെറിയൊരു സ്പാർക്ക് പോലും ഒരുപക്ഷെ നമ്മൾ ഇതുവരെ സങ്കല്പിക്കാൻ പറ്റാത്ത പ്രത്യാഘാതങ്ങളിലേക്ക് എത്തിയേക്കാം. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായി തന്നെ ഇന്ത്യക്ക് അതിന്റെ ഉത്തരവാദിത്തോടു കൂടി ആണവ നയം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും ഉത്തരവാദിത്വമുള്ള ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യ അതിന്റെ ആണവ നയത്തിൽ ഒരു മാറ്റം വരുത്തുമ്പോൾ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒരു ആണവ രാഷ്ട്രമാണ്, അവരാണവായുധം പ്രയോഗിച്ചേക്കാം എന്നതുകൊണ്ട് നമ്മൾ ഭീകരവിരുദ്ധ സമരത്തിൽ നിന്ന്, ഭീകരവിരുദ്ധ യുദ്ധത്തിൽ നിന്ന്, അതിന്റെ ഭാഗമായ സൈനിക നടപടികളിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നതാണ്. അതിന്റെ ഒരു ലോജിക്ക് തീർച്ചയായിട്ടും ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അത് വളരെ സ്ലിപ്പറി ആയിട്ടുള്ള ഒരു ഡൊമൈനാണ്. പി ജെ വിൻസെന്റ്, അതിൽ ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ യുദ്ധ സമാനമായ സാഹചര്യം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ ആണവായുധത്തെ പറ്റി ആദ്യം സംസാരിക്കുന്നത് പാകിസ്ഥാനാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത് ഞങ്ങളുടെ ജോലിയേ അല്ല എന്ന് പറഞ്ഞു പോയ അമേരിക്ക ഈ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നതും ഈ കാര്യങ്ങൾക്ക് ഇടനില നിൽക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്നതും. പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം ഈ ആണവായുധം എന്ന കാര്യത്തെപ്പറ്റി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനപരമായ പരാമർശത്തെ തുടർന്നാണ്.
നമ്മൾ ആണവ കുട്ടിച്ചാത്തൻ എന്ന് മുൻപൊരിക്കൽ അങ്ങ് തന്നെയാണെന്ന് തോന്നുന്നു ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത്. ആ നിലയ്ക്കൊരു തെമ്മാടി രാഷ്ട്രം നിലകൊള്ളുന്നതിനിടയിലാണ് ലോകരാജ്യങ്ങൾക്ക് ഇതിൽ ഇടപെടേണ്ടി വന്നത്. ഇത് ബോധിപ്പിക്കേണ്ട ആവശ്യകതയുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഈ ജെ.സി. തോമസ് ഈ ചർച്ചയിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്കുണ്ടായ സുരക്ഷാ വീഴ്ചകൾ, നമ്മൾ അറിയാതെ പോയ ഇടപെടലുകൾ, ഭീകരർ 4-5 ദിവസം മുമ്പ് അവിടേക്ക് വന്നു നിൽക്കുന്നു, അവർക്ക് ഇത്രയധികം ആളുകളെ കൊലപ്പെടുത്താൻ കഴിയുന്നു, അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസമാണ് അതിലൊരാളെ കൊലപ്പെടുത്താൻ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞത്. ഈ കാര്യങ്ങൾ കൂടി ജനത്തെ ആളുകളെ അറിയിക്കുക മാത്രമല്ല വിശ്വാസത്തിലെടുക്കുക കൂടി വേണ്ടേ നമ്മൾ സുരക്ഷിതരാണ് എന്ന കാര്യം. അതൊക്കെ സംസാരിക്കാൻ കഴിയുന്നത് പാർലമെന്റിൽ മാത്രമല്ലേ? തീർച്ചയായിട്ടും ഇതിൽ പ്രധാനപ്പെട്ട വിഷയം ഈ ഭീകരർ അവിടെ വന്നിട്ട് അവർ എവിടെയാണ്, അവർ തിരിച്ചു പോയി, അവരെ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം വളരെ എഫക്റ്റീവായിട്ട് പ്രവർത്തിച്ചു. അതേസമയം അത്തരമൊരു സാഹചര്യം അവിടെ ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇതാണ് അതിലൊരു പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിട്ടുള്ള അതിശക്തമായ കോമ്പിംഗ് ഓപ്പറേഷന്റെ ഫലമായിട്ട് ഷോപ്പിയാൻ, ത്രാൾ മേഖലയിലായിട്ട് 8 ആളുകൾ അവര് ഭീകരവാദത്തെ സഹായിച്ച ആളുകളാണ്. അപ്പോൾ ഈ പഹൽഗാമിലേക്ക് വരാൻ ഇവരെ സഹായിച്ച പ്രാദേശിക ഭീകരന്മാരിൽ 14 പേരുടെ പേര് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ 8 ആളുകൾ ഇതിനകം കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്, അതൊക്കെ വളരെ എഫക്റ്റീവായി പ്രവർത്തിക്കണം. ഇത്രയധികം സൈനിക സാന്ദ്രത ഉണ്ടല്ലോ. എങ്കിലും നമുക്ക് വേണ്ടത്ര പ്രതിരോധം ഉണ്ടായില്ല എന്നത് വാസ്തവമാണ്. അല്ല, ഇത്തരത്തിൽ മുൻകൂട്ടി ഇത്തരം കാര്യങ്ങളെ കണ്ട് പ്രതിരോധിക്കുന്നതിൽ പലപ്പോഴും ഒരു രാഷ്ട്രം എന്ന നിലയിൽ നമുക്ക് പരാജയം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സാഗര ഭീകരതയുടെ സാധ്യത ഇതിനു മുമ്പ് എത്രയോ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് മുംബൈ എന്ന പ്രദേശത്ത്, മുംബൈ എന്ന് പറഞ്ഞ മഹാനഗരത്തിൽ കടലിലൂടെ വന്ന് കരയിലിറങ്ങി ഇത്ര വലിയൊരു അക്രമം നടത്താൻ പറ്റും എന്ന് മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല. അപ്പം അതുപോലെ 1999 കാർഗിൽ ഇൻകർഷൻ ഈ ശൈത്യകാലം തുടങ്ങുമ്പോൾ പോകുന്നതാണ്. ശൈത്യകാലത്ത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതയെ സംബന്ധിച്ച് നമ്മുടെ മിലിറ്ററി ഡോക്ട്രിനിലൊക്കെ ഉള്ളതാണ്. പക്ഷെ നമ്മൾക്ക് അത് മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല. പിന്നീടാണ് നമ്മൾ മനസ്സിലാകുന്നത് 12 കിലോമീറ്റർ ഉള്ളിലേക്ക് അവർ വന്നു എന്നുള്ളത്. അപ്പോൾ നിരന്തരമായി ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന രാജ്യം ആണ് പാകിസ്ഥാൻ. തെമ്മാടി രാഷ്ട്രമെന്ന് താങ്കൾ സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ പോലും സുരക്ഷ ഒഴിവാക്കാൻ പറ്റില്ല എന്ന ഒരു കാര്യമാണ് പഹൽഗാം ഒരിക്കൽ കൂടി നമ്മളോട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി പഹൽഗാമിനോട് കൂടി ഭീകരത അവസാനിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ജയ്ക്ക് അടക്കമുള്ള ആളുകൾ ഇന്ത്യയിലെ പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ള ഈ ആരോപണത്തെ, അല്ല ഒരു വിമർശനത്തെ, ആരോപണമല്ല, ഈ വിമർശനത്തെ പോസിറ്റീവായി ഗവൺമെന്റ് കാണണം എന്നാണ് എന്റെ അഭിപ്രായം. അത് പോസിറ്റീവായി കണ്ടുകൊണ്ട് പഹൽഗാമാനന്തര ഇന്ത്യയിൽ ഇനി ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടാവരുത്, ഇത്തരത്തിലൊരു സാധാരണ മനുഷ്യർ കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്, അതിന് പറ്റുന്ന രീതിയിൽ 24 hours 364 days വിജിലന്റ് ആയിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടാക്കണം എന്ന നിരത്തിൽ പോസിറ്റീവായി വിമർശനത്തെ കണ്ടു കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം.